ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഓൾറെഡി നമ്മൾ എല്ലാത്തിൻ്റെയും ട്രയലേഴ്സ് പറഞ്ഞു ഇട്ടിട്ടുണ്ട്. നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണോ പഠിക്കാനുള്ള ഓരോന്നിൻ്റെയും ഒരു സിമ്പിൾ ട്രയലർ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോവാം. അതിൽ ഫസ്റ്റത്തെ ഡിസ്കഷൻ പോകുന്നത് പറയും മക്കളെ, ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ബിസിനസ്സിലേക്ക് ഒരു പാർട്ട്ണറെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ പാർട്ട്ണർ നമ്മുടെ സ്ഥാപനത്തിലെ പാർട്ട്ണർ ആവണമെങ്കിൽ, അയാൾ നമ്മുടെ സ്ഥാപനത്തിലെ ഓണർ ആവണമെങ്കിൽ, നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യാൻ വേണ്ടി സംതിങ് കൂടുന്നത് പോലെ ഒരു എമൗണ്ട് ഓഫ് മണിയോ സംതിങ് അസറ്റ്സുകളോ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ. അങ്ങനെ കൊണ്ടുവരുന്നതാണ് ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ. നോർമൽ സിറ്റുവേഷൻസിലൊക്കെ തന്നെ പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ ക്യാഷ് ആണ് എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരാം. പക്ഷേ ഒരു 99% ഇല്ലുസ്ട്രേഷനിലും ഇത് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് ഒരു ലൈൻ ഐറ്റം ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എത്രയാണ് പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ എന്നുള്ള കാര്യം അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ആക്ച്വലി നമുക്കില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ തന്നെ ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്ണർ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇല്ലുസ്ട്രേഷൻസിലേക്കും ഈ എന്താ പറയുക ചാപ്റ്ററിന്റെ എൻഡ് ഓഫ് ദ വീഡിയോസിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് എ പാർട്ട്ണർ നമുക്ക് അത്ര എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ഒരു 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 ടീയോ സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് സംസാരിക്കാം. ഞാൻ 25 ലക്ഷം രൂപ കൊടുക്കുന്നതും അത് 10 വർഷം മുമ്പ് കൊടുന്നതാണ്. ഇവൻ പിന്നെ വന്നപ്പോൾ 10-15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെ ആയത്. അപ്പം നമ്മളൊക്കെ അത്രയും പൈസ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്കറിയാലോ, ഈ വർഷം ഇപ്പം ജോയിൻ ആകുമ്പോൾ എനിക്കും അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഷെയർ ഒക്കെ ഞങ്ങൾക്ക് തരണമെന്നുണ്ട്. അപ്പോൾ ഒരു 10-40 ലക്ഷം റുപ്യ വെച്ച് കൊടുത്താലാണ് നമ്മളിപ്പോൾ വിചാരിച്ച പോലെ എക്സ്പാൻഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്കുകളൊക്കെ വരും. അപ്പോൾ 40 ലക്ഷം കൊണ്ടുവരാൻ പറയുമ്പോൾ മോൻ പറയും, നിങ്ങൾ 25 കൊടുന്നു, ഇപ്പം 15 കൊടുന്നു, എനിക്ക് എത്ര തരുള്ളൂ. അപ്പം ഞാൻ എന്തിനാ 40 കൊണ്ട് ഞാൻ 20 കൊടുന്നാൽ പോരെ. അല്ലടാ അത് പറ്റില്ല, ഞങ്ങൾ അന്ന് കാലത്ത് ഞങ്ങൾ കൊടുന്നു. അപ്പോൾ ഒരുപാട് ടോക്ക് ഇത് റിലേറ്റഡ് വരാം. ആ ടോക്കൊന്നും ഈ ചാപ്റ്റർ സംസാരിക്കുന്നില്ല. ഒന്നുകിൽ 99.9% സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ടെല്ലു എത്രയാണ് പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ. അപ്പൊ അക്കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്കില്ല. അടുത്തൊരു പോയിന്റ്, ഒരു പെർസെൻറ്റേജ് ഓഫ് ഇല്ലുസ്ട്രേഷനിൽ ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ സീരീസിൻ്റെ എൻഡ് ഓഫ് ദ വീഡിയോസിൽ നമ്മളൊരു ഇല്ലുസ്ട്രേഷൻ ക്ലാസ്സിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരും. മാത്രമല്ല ഒരു ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് ഹോംവർക്കും കൂടി തരും, അതിൽ നിങ്ങൾക്കൊന്ന് എക്സർസൈസ് ചെയ്യാനായിട്ട്. സോ നേരെ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് ഡൈവ് ചെയ്യണേ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത്തരത്തിൽ കഴിഞ്ഞ സിറ്റുവേഷൻസിൽ ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ പഠിച്ച പോലെ അപ്പൊ പുതുതായിട്ട് വന്ന പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ഒരു എമൗണ്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് ഈ സ്ഥാപനത്തിലെ ഒരു ഓണറായി. അപ്പൊ ആ ആള് ഈ സ്ഥാപനത്തിലെ ഒരു ഓണർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ലാഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും എക്കും ബിക്കും മാത്രം അത് വിഹിതം വെക്കൽ പോസിബിൾ ആണോ? അല്ല. കാരണം ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. അപ്പൊ ഇതുവരെ എയും ബിയും എടുത്ത പോലെയാണോ ഇനി എടുക്കുക? അല്ല. അപ്പൊ അതിനു വേണ്ടി നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ ചേഞ്ച് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഹോപ്പ് യു ആൾ ക്ലിയർ എവറിബഡി. അപ്പൊ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ നമുക്ക് പല പല സിറ്റുവേഷൻസിൽ എന്ത് പഠിക്കാനുണ്ട്, ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോന്റെ കാൽക്കുലേഷൻ പഠിക്കാനുണ്ട്. പല സിറ്റുവേഷൻസിൽ പഠിക്കാനുണ്ട്. ഇറ്റ്സ് നോട്ട് വൺ സിറ്റുവേഷൻ, ഇറ്റ് ഓൾമോസ്റ്റ് ഒരു 3-4-5 സിറ്റുവേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ക്യാൻ സിംപ്ലി ടെൽ യു, യു ലവ് മാത്തമാറ്റിക്സ്, യു ലവ് മാത്തമാറ്റിക്സ് ആഫ്റ്റർ ലിസണിങ് all the case videos, then you love mathematics. എനിക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ് ഇത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യണേ. റേഷ്യോ എന്താണെന്നൊരു ചർച്ച മുമ്പുണ്ടായിരുന്നു. വലിയൊരു നമ്പർ റേഷ്യോ എപ്പോഴും സംസാരിക്കൽ ഏറ്റവും ലീസ്റ്റ് ഫിഗറിലാന്ന് പറഞ്ഞു. ഞാനൊരു ഡിസ്കഷനിൽ 10,000 രൂപ എയും ബിയും എടുത്തപ്പോൾ 6,000 റുപ്പീസ് എയും അതുപോലെ 4,000 റുപ്പീസ് ബിയും എടുത്തപ്പോൾ അത് 6,000:4,000 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 600:400 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 60:40 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 6:4 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 3:2 എന്ന് വിളിക്കാം. റേഷ്യോ എപ്പോഴും ഏറ്റവും ലീസ്റ്റ് ഫിഗറിലാണ് സംസാരിക്കുക. അതുകൊണ്ട് നമ്മൾ 3:2 എന്നാണ് പറയാം. ബട്ട് ആക്ച്വലി 6,000:4,000 ഈക്വൽ ആണ് 600:400.
400 ഈക്വൽ ആണ് 60:40 ഈക്വൽ ആണ് 6:4 ഈക്വൽ ആണ് 3:2 അല്ലേ 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 10,000 ഇൻറ്റു ചെയ് 10,000 ഇൻറ്റു ചെയ്യടാ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇപ്പം തന്നെ തീർക്ക് 10,000 ഇൻറ്റു എത്ര പറയും മക്കളെ 6,000 ഡിവൈഡഡ് ബൈ 10,000 യു ഗെറ്റ് എത്ര പറയും മക്കളെ 10,000 ഇൻറ്റു 6,000 ഡിവൈഡഡ് ബൈ 10,000 വിൽ ഗെറ്റ് യു എത്ര പറയും മക്കളെ 6,000 അതേപോലെ തന്നെ 10,000 ഇൻറ്റു എത്ര 4,000 ഡിവൈഡഡ് ബൈ 10,000 വിൽ ഗെറ്റ് യു എക്സാക്ട്ലി 4,000 അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ 6:4 ചെയ്യാം 10,000 ഇൻറ്റു 6/10 ഈസ് ഈക്വൽ ടു 6,000 10,000 ഇൻറ്റു 4/10 ഈസ് ഈക്വൽ ടു 4,000 വേണ്ട നിങ്ങൾക്ക് 3:2 ചെയ്യാം 10,000 ഇൻറ്റു പറയും മക്കളെ 3/5 ഈസ് ഈക്വൽ ടു 6,000 10,000 ഇൻറ്റു പറയും 2/5 is equal to 4,000. So whatever, no problem, everything is exactly എന്ത് പറയും സിമിലർ. സോ റേഷ്യോസ് എപ്പോഴും സംസാരിക്കൽ ഏറ്റവും ലീസ്റ്റ് ഫിഗറിലാണെന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റും 6,000:4,000 600:400 6:40 6:4 3:2 എല്ലതും ഒന്ന് തന്നെയാണ്. പക്ഷെ റേഷ്യോസ് എപ്പോഴും സംസാരിക്കൽ ലീസ്റ്റ് ഫിഗറിലാണ്. അപ്പം നമ്മൾ ഇനി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ന്യൂ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ്. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് പഠിക്കുക. അതിൽ ആദ്യത്തെ ഒരു കേസിലേക്ക് പോവാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്കും എനക്കും വായിച്ചൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വായിച്ചാലോ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് അവർ വന്നാൽ ഓക്കെ 5 കഷ്ണങ്ങൾ മുറിച്ചിട്ട് അതിൻ്റെ ഇമോഷൻസ് വേണം നമുക്ക് കേട്ടോ. അതിൻ്റെ ഇമോഷൻസ് നമുക്ക് വേണം കേട്ടോ മക്കളെ. അതിൻ്റെ ഇമോഷൻസ് നമുക്ക് വേണം കേട്ടോ. ഇമോഷൻസ് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കറക്റ്റ് റിയൽ എമൗണ്ട് ഓഫ് ഫീലിങ്സ്. അതായത് 5 കഷ്ണങ്ങൾ മുറിച്ചിട്ട് 3 കഷ്ണം എ എന്ന് പറഞ്ഞ ആളും 2 കഷ്ണം ആരും എടുക്കും, ബി ആണ് എടുക്കുക. ഇതാണ് എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നിലവിൽ വരുന്ന പ്രോഫിറ്റ്സുകളെ 5 ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങൾ മുറിച്ച് 3 കഷ്ണം ദാറ്റ് ബിലോങ്സ് ടു എ, 2 pieces that belongs to be that is what 3:2, right? C is admitted as a new partner with 1/6 share of profit. അതായത് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ്സിന്റെ 1/6 that belongs to C. Calculate new profit share ratio. It is very simple. പണ്ട് പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ എയും ബിയും എടുത്തിരുന്നത് 5 കഷ്ണങ്ങൾ മുറിച്ചിട്ട് 3 കഷ്ണം എയും ചിന്തിക്കടാ 2 കഷ്ണം ബിയും അല്ലേ. അതെ, ഇനി ഫ്യൂച്ചറിൽ പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് 6 കഷ്ണങ്ങൾ മുറിച്ചിട്ട് അതിൽ 1 കഷ്ണം ആരെടുക്കും, സി എടുക്കും. ഇത് മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്നല്ല പറഞ്ഞ്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാലും അതിന് തുല്യമായ 6 കഷ്ണങ്ങൾ മുറിച്ചിട്ട് അതിൽ 1 കഷ്ണം ആരെടുത്ത് കൊണ്ടുപോയാൽ, സി എടുത്ത് കൊണ്ടുപോയാൽ ബാക്കി എത്ര കഷ്ണമാണുള്ളത്, 5/6. അതായത് 6ൽ ബാക്കി 5 കഷ്ണമുണ്ട്, 6ൽ ബാക്കി 5 കഷ്ണമുണ്ട്. അതെങ്ങനെ എ എടുക്കാം, അതെങ്ങനെ ബി എടുക്കാം എന്ന് ക്വസ്റ്റ്യൻ എവിടെയും എക്സ്പ്ലെയിൻ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണോ എയും ബിയും ഇത്രയും കാലം എടുത്തിരുന്നത് അതേപോലെ എടുക്കാം. എങ്ങനെയാണ് എയും ബിയും ഇത്രയും കാലം എടുത്തത്, ഉള്ളതിനെ 5 കഷ്ണങ്ങൾ മുറിച്ച് 3 കഷ്ണം എയും 2 കഷ്ണം ബിയും. അതാണ് ഇമോഷണലി നമ്മൾ ഫീലിങ്സിൽ ഈ ഇല്ലുസ്ട്രേഷനെ സോൾവ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് നേരെ അതേ മനസ്സ് ഇതേ മനസ്സ് അതേ, അതൊന്നുമല്ല. നിങ്ങൾ ആ ഫീലിങ്സ് ആണ് വേണ്ടത്. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കാം. പണ്ട് 5 രൂപ 5 കഷ്ണം മുറിച്ചിട്ട് 3 കഷ്ണം എയും 2 കഷ്ണം ബി എടുത്തിരുന്ന സിറ്റുവേഷനിൽ ഈ പുതിയൊരാളെ ആഡ് ചെയ്യുമ്പോൾ പുതിയ റേഷ്യോ എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പകരം നമുക്ക് തന്നത് പുതിയ പാർട്ട്ണർക്ക് പുതിയ പ്രോഫിറ്റിനെ 6 കഷ്ണം മുറിച്ചിട്ട് 1 കഷ്ണം എടുത്ത് കൊടുക്കുന്നു പറഞ്ഞാൽ അതിൽ ബാക്കി ഇനി 5/6 ആണുള്ളത്, 5 കഷ്ണമാണുള്ളത്. ആ 5 കഷ്ണം എയും ബിയും എങ്ങനെ എടുക്കുമെന്ന് ഈ ക്വസ്റ്റ്യൻ പറയാത്തിടത്തോളം കാലം നമുക്ക് പറയാം. ഇത്രയും കാലം അവരെങ്ങനെയാണോ എടുത്തത് അങ്ങനെ തന്നെ എടുക്കട്ടെ. അവർ 3/5 ആൻഡ് 2/5 എടുത്തത്, ഇന്ന് അത് 3/5 ആൻഡ് 2/5 തന്നെ എടുക്കട്ടെ. ആൻഡ് ദാറ്റ്സ് ദ സിനാരിയോ. യു ഗെറ്റ് ഇറ്റ് എവരിബഡി? ഓഫ് കോഴ്സ് യെസ്. Get it? Good.
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ചെയ്യാം. കംഫർട്ടബിൾ ആണല്ലോ? പാക്ക PPT ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പോയിന്റ് വിൽ ബി ലെറ്റ് us assume profit is ₹1. ഐ ഡോണ്ട് നോ ഫ്യൂച്ചറിൽ എത്രയാ പ്രോഫിറ്റ്സ് വരാന്നല്ലേ. ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞാലും 6 കഷ്ണങ്ങൾ മുറിച്ച് ഒരു കഷ്ണം ബാക്കി 5/6 ആർക്കൊക്കെ ഉള്ളതാണ്? എക്കും ബിക്കും, സോറി സിക്ക്. ബാക്കി 5/6 ആർക്കുള്ളത് പറയും മക്കളെ? എക്കും ബിക്കും ഉള്ളതാണ്. സോ ഞാൻ 1000 ആണോ പ്രോഫിറ്റ്, 2000 ആണോ പ്രോഫിറ്റ്, 10,000 ആണോ പ്രോഫിറ്റ് എന്നൊന്നും പറയുന്നില്ല. ലെറ്റ് us assume ഫ്യൂച്ചർ പ്രോഫിറ്റ് വിൽ ബി ₹1. ഫ്യൂച്ചറിൽ ₹1 കിട്ടിയാൽ ലെറ്റ് us assume പ്രോഫിറ്റ് ഈസ് ₹1 ആണ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ then C will take 1/6 അല്ലേ? ₹1 പ്രോഫിറ്റ് വന്നാൽ ആ ₹1 6 തുല്യമായ കഷ്ണങ്ങൾ മുറിച്ചിട്ട് അതിൽ ഒരു കഷ്ണം ആരെടുത്ത് കൊണ്ടുപോയി? ഒരു കഷ്ണം ആരെടുത്ത് കൊണ്ടുപോയി? സി എടുത്ത് കൊണ്ടുപോയി. സി എടുത്ത് കൊണ്ടുപോയാൽ ബാലൻസ് പ്രോഫിറ്റ് is equal to 1 minus 1/6 is equal to 5/6 അല്ലേ? 1/1 minus 1/6. 1 into 6 is equal to 6. 1 into 1 is equal to 1. 1 into 6 is equal to 6. 6 minus 1 is equal to 5/6. This is the mathematics side of this balance profit. മനസ്സിലാവൂലേ? അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ബാലൻസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1 minus 1/6 is equal to 5/6. അങ്ങനെ ഞാൻ ഇപ്പൊ നേരത്തെ എഴുതിയ പോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സിംപ്ലി നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? 6 നിന്ന് ഒരു കഷ്ണം എടുത്താൽ ബാക്കി 5 കഷ്ണം ഉണ്ടാവും. 5/6 സിമ്പിൾ പരിപാടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് പ്രോഫിറ്റ് ഷെയർഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദെയർ റേഷ്യോ. അപ്പോൾ സി 1/6 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഫിറ്റ്സ് ആരതാണ്? എൻ്റെയും ബിൻ്റെയാണ്. എയും ബിയും അതെങ്ങനെ എടുക്കുക? മറ്റൊരു രൂപത്തിൽ എയും ബിയും എടുക്കുന്നതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ പ്രോഫിറ്റ്സ് എങ്ങനെ എക്കും ബിക്കും എടുക്കാം? എൻ്റെയും ബിൻ്റെയും റേഷ്യോയിൽ എടുക്കാം. സോ ദാറ്റ്സ് വൈ ദ ബാലൻസ് പ്രോഫിറ്റ് ഷെയർഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദെയർ റേഷ്യോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വിൽ ടേക്ക് എത്രയാണ്? ബാക്കിയുള്ള പ്രോഫിറ്റ് 5/6 അല്ലേ? ഇപ്പൊ ബാക്കിയുള്ള പ്രോഫിറ്റ് 5/6 ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഇപ്പൊ 12,000 രൂപയാണ് പ്രോഫിറ്റ്സ് ഉള്ളത്. അപ്പൊ അതിന്റെ 1/6 ആരെടുത്തു? എ എടുത്തു. 2,000 രൂപ എ എടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര പ്രോഫിറ്റ്സ് ഉള്ളത്? 10,000 ആണ് പ്രോഫിറ്റ്സ് ഉള്ളത്. ഈ 10,000 എത്ര എ എടുക്കുക? എ വിൽ ടേക്ക് എത്ര പറയും? എന്റെ റേഷ്യോ എത്രയാണ്? എന്റെ റേഷ്യോ എത്ര മക്കളെ? 3/5. ബി എത്ര എടുക്കുക? 10,000 into 2/5. അതാ ഇനി ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് എ വിൽ ടേക്ക് എത്ര? 5/6 അല്ലേ ബാക്കിയുള്ളത്? ആ 5/6ന്റെ എന്റെ ഷെയർ എത്രയാണ്? എന്റെ ഷെയർ മക്കളെ 3/5. ഇനി മൾട്ടിപ്ലിക്കേഷൻ വിൽ ബി വെരി സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ, സ്കൂൾ മൾട്ടിപ്ലിക്കേഷൻ. 5 into 3 is equal to 15. 6 into 5 is equal to 30. It's very simple. 15/30. Then B will take എങ്ങനെ B എടുക്കുക? 5/6 അല്ലേ ബാക്കി പ്രോഫിറ്റ് ഉള്ളത്? അത് ബിന്റെ ഷെയർ എത്ര പറയും മക്കളെ? ബിന്റെ ഷെയർ 2/5 അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ 5 into 2 is equal to 10. 6 into 5 is equal to 30. It is 10/30. It's very simple. So A ഷെയർ ആയി, B ഷെയർ ആയി. ഇനി എന്റെ ഷെയറും ബിന്റെ ഷെയറും നോക്കി 30യുടെ ഡിനോമിനേറ്ററിലാണ് പറഞ്ഞത്. അതായത് എക്ക് 30യിൽ 15 പീസും ബിക്ക് 30യിൽ 10 പീസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിന്റെയും നമ്മൾ അതേപോലെ ആ ഡിനോമിനേറ്ററിൽ സംസാരിക്കണം. അപ്പൊ സി ഷെയർ ഇസ് ഈക്വൽ ടു 1/6 ആണ്. സി ഷെയർ ഇസ് ഈക്വൽ ടു 1/6 ആണ്. സോ സി ഷെയർ ഇസ് ഈക്വൽ ടു 1/6 ആണ്. ഓർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ 30യുടെ ഡിനോമിനേറ്ററിൽ സംസാരിക്കാം. ഇപ്പൊ ഇതിനെ 30 ഡിനോമിനേറ്ററിൽ സംസാരിക്കാൻ 2-3 വഴികളുണ്ട്. ഏറ്റവും ഒരു വഴി നമ്മൾ പൊതുവെ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് പറയുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഇത് 15/30, ഇത് 10/30. അപ്പൊ 1/6നെ 30യുടെ ഡിനോമിനേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ഐറ്റത്തിനെ മേലെയും താഴെയും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരേ ഐറ്റം വരിക. എന്ത്? മേലെയും താഴെയും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരേ ഐറ്റമാണ് വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണേ? 1/6 ആണ്.
ഞാൻ ഇതിനെ ഈ 6നെ 30 ഡിനോമിനേറ്ററിലേക്ക് എത്തിക്കണം. 30 ഡിനോമിനേറ്ററിലേക്ക് എത്തിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 6നെ എങ്ങനെയാണ് 30 ആക്കുക? 6നെ 30 ആക്കുക എന്ന് പറയുമ്പോൾ 1/6 അല്ലേ? 30 ആക്കുകയാണെങ്കിൽ ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ 5 മൾട്ടിപ്ലൈ ചെയ്താൽ അതന്നെ വേണം ഇവിടെയും ചെയ്യാനായിട്ട്. സോ 1 × 5 = 5, 6 × 5 = 30. ഇത് 1/6 എന്ന് പറയുന്നതും 5/30 എന്ന് പറയുന്നതും ഒന്നാണ്. 1/6 എന്ന് പറയുന്നതും 5/30 എന്ന് പറയുന്നതും ഒന്നാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അതെങ്ങനെ സാറേ? ഒരു കേക്ക് എടുക്കുക. ആ കേക്കിന് 6 തുല്യമായ കഷ്ണം മുറിക്കുക. അതിൽ നിന്നും നിങ്ങൾക്കൊരു പീസ് തന്നു. ക്ലിയർ? അതേ കേക്കിനെ തന്നെ 30 കഷ്ണങ്ങൾ മുറിച്ചിട്ട് നിങ്ങൾക്ക് 5 കഷ്ണം തന്നു. തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവും രണ്ടും ഒന്ന് തന്നെയാണ്. സാറേ ക്ലിയർ ആയില്ല? ക്ലിയർ ആയില്ലെങ്കിൽ ക്ലിയർ ആവണ്ട. ക്ലിയർ ആവാൻ വേറെ ടെക്നിക്ക് ഉണ്ട്. വാ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ ടെക് 1/6 0.16666 അല്ലേ? അതെ. 5/30 0.666 തന്നെയല്ലേ? ഗുഡ്. അത്ര ഉള്ളു പരിപാടി. ഇനി പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. അതിലെന്തില്ല പരിമക്കളെ? ഡൗട്ട് ഇല്ല. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് 16 അത്രയാണ് പറയാം. 15:10:5 എന്ന് പറയാം. കാരണം ബീൻ്റെ നമ്മൾ പറഞ്ഞു ബിക്ക് എത്രയാണ്? 10/30 ആണ്. സിക്ക് എത്രയാണ്? 5/30 എന്ന് പറയാം അല്ലേ? ഇതല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുള്ള മറ്റൊരു വഴിയുണ്ട്. അത് ഞാൻ പറയാം. അത് ഞാൻ ആദ്യം പറയാൻ വന്ന വഴി, ഏറ്റവും എളുപ്പമുള്ള വഴി. അതായത് 30 ഉള്ളത്. മൊത്തം എത്ര ഉള്ളത് പറയും മക്കളെ? 30 മൊത്തം ഉള്ളത് അല്ലേ? മൊത്തം 30 ഉള്ളത്. മൊത്തം 30 ഉള്ളതിൽ നിന്നും ഒരു കാര്യം ക്ലിയർ ആണ്. 10 പീസ് ആരെടുത്തു? അല്ല 15 പീസ് ആരെടുത്തു? എ എടുത്തു. ഓക്കെ അല്ലേ? 10 പീസ് ആരെടുത്തു? ബി എടുത്തു. ഓക്കെ അല്ലേ? 15 പീസ് എ എടുത്തു, 10 പീസ് ബി എടുത്തു. ബാക്കി എത്ര പീസാണ് ഉള്ളത് മക്കളെ? 5 പീസ് അല്ലേ? ദാറ്റ്സ് ഹൗ യു ക്യാൻ സിംപ്ലി സേ 5/30 അല്ലേ? 30 പീസ് ഉണ്ടായിരുന്നു. 15 കഷ്ണം എ, 10 കഷ്ണം ബി, ബാക്കി ഇനി എത്ര ഉള്ളത്? 5 കഷ്ണം. സിംപ്ലി 5/30. I hope you comfortable listen. So A, B and C is 15:10:5, or you can simply say എല്ലാതും 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇറ്റ് ഈസ് എത്ര പറയും? 3:2:1 എന്നും വേണമെങ്കിൽ പറയാം. Hope you all enjoy the video. സോ എല്ലാവരും ഓക്കെ ആണല്ലോ? കേസ് 1 എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? അപ്പോൾ ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് ആക്ച്വലി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കേസ് 1 ആക്ച്വലി. കാരണം ഇപ്പം തന്നെ നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 1/6 എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 6 ഒരു കഷ്ണം എടുത്താൽ ബാക്കി എത്ര ഉള്ളത്? 5 കഷ്ണം. അതെങ്ങനെയാണ് അവരെടുക്കുക? അവർ ഇത്രയും കാലം എങ്ങനെ എടുക്കുക? അങ്ങനെ എടുക്കുക. ബായ്, വേറെ ഒന്നുമില്ല. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ ആക്കണമെങ്കിൽ എന്താ ചെയ്യുക? മൊത്തം 30 15 എ എടുത്ത് 10 ബി എടുത്ത് ബാക്കി എത്ര ഉള്ളത്? കഴിഞ്ഞടാ. അത്ര സിമ്പിളാണ് സാധനങ്ങളൊക്കെ. സോ ന്യൂ റേഷ്യോയിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട്. സോ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇല്ലുസ്ട്രേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടോക്കാം. ഒന്ന് ഓടിച്ചു വിട്ടോക്കാം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. പറപ്പിക്കേണ്ടി ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സാറേ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എത്ര ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലേ? അതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. മുമ്പോട്ട് വായിച്ചു നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. സെയിം റേഷ്യോ ആണ്. സി ഈസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ വിത്ത് 1/5 ഷെയർ. അപ്പോൾ 5 കഷ്ണത്തിൽ ഒരു കഷ്ണം സി എടുത്താൽ ബാക്കി എത്ര ഉള്ളത്? 4/5 ഉണ്ട്. അതെങ്ങനെയൊക്കെ എടുക്കുക? സിമ്പിൾ പരിപാടി. സോ ലെറ്റ് us assume profit is equal to ₹1. Then C take 1/5. The balance profit is equal to 1 minus 1/5 is equal to 4/5. The balance profit shared between A, B in their ratio. So A will take എങ്ങനെ? A is equal to 4/5 into 3/5 is equal to 3. 4 into 3 is equal to 12. 5 into 5 is equal to 25. B is equal to 4/5 into 3, 2/5. 4 into 2 is equal to 8. 5 into 5 is equal to 25. C is equal to 1/5. 1/5 or 5/25. മനസ്സിലാക്കാൻ അറിയാലോ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. Or it is 25 minus 12 minus 8. Also acceptable ആണ്. No problem is equal to 5. So A, B, C is equal to 12:8:5. ഇനി ഇത് ചെറുതാക്കാൻ പറ്റൂല. I hope you clearly understood the point everybody. Happy learning. Bye bye.